ആകാശവാണി. നിയമസഭയിൽ ഇന്ന് പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16ാം നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ, തിരുവനന്തപുരം. അവതരണം ആമിന നജുമ. വനിതകളെയും യുവാക്കളെയും വയോജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന നയങ്ങളുമായി വി.ഡി. സതീശൻ സർക്കാരിന്റെ 1ാം നയപ്രഖ്യാപനം നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള നിയമസഭയിൽ ആദ്യമായി വന്ദേമാതര ഗാനം ആലപിച്ചു എന്ന പ്രത്യേകതയും 16ാം സമ്മേളനത്തിന് സ്വന്തം. നമസ്കാരം മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് നയപ്രഖ്യാപനത്തിലേക്ക് ഗവർണർ കടന്നത്. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. പൊതുനന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചു തുടങ്ങിയത്. മാനുഷിക സഹാനുഭൂതിയോടുകൂടിയ സാങ്കേതിക പുരോഗതിയും അവസര സമത്വവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് വിഭാവനം ചെയ്യുന്നവയാണ് പുതിയ നയങ്ങളെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം വരെ ആർത്തവ അവധിക്കൊപ്പം അവർ പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും പ്രഖ്യാപിച്ചു. മെൻസ്ട്രൽ ഡിഗ്നിറ്റി പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൗഹൃദപരമായ രീതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധിയും പ്രത്യേക ആനുകൂല്യങ്ങളുമുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യവേതനം നടപ്പാക്കും. എല്ലാ പ്രധാന പട്ടണങ്ങളിലും പൊതുവിശ്രമ മുറികൾ ഒരുക്കും. സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിനുകൾ, പാദരക്ഷകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ ലഭ്യമാക്കും. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി പ്രോത്സാഹനം നൽകാൻ വനിതാ കർഷക കൺസോർഷ്യം ആരംഭിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി കേന്ദ്ര വിമർശനം ഒഴിവാക്കി. ഫെഡറലിസത്തിന്റെ ചട്ടക്കൂടിനുള്ളിലെ കേരളത്തിന്റെ അവകാശങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയിലെ നെടും തൂണുകളിന്മേൽ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതവും ന്യായവും നീതിയുക്തവുമായ പരിഗണനയും ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാരുമായുള്ള ക്രിയാത്മക ഇടപെടലുകൾ നടത്തുമെന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണെന്നും നിലവിലെ ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും പൊതുധനകാര്യത്തിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സൂചിപ്പിച്ച് മുൻ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾക്ക് പൂർണ്ണ വ്യക്തത വരുത്തുന്നതിനായി ധവളപത്രം പുറത്തിറക്കും. ഇന്ദിരാ ഗ്യാരണ്ടികളിലെ നയവും വ്യക്തമാക്കി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം വിദ്യാഭ്യാസ സഹായം നൽകും. ക്ഷേമ പെൻഷൻ പ്രതിമാസം 3000 രൂപയായി ഉയർത്തും. കേരളത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകും. കേരളത്തിന്റെ വ്യോമയാന മേഖലയെ സമഗ്രമായി വികസിപ്പിക്കും. ദക്ഷിണേന്ത്യയെ സിവിൽ വ്യോമയാനത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റും. സംസ്ഥാനത്തെ സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. കർഷകരുടെ കാർഷിക വരുമാനവും വിളകളുടെ സംഭരണ സംവിധാനവും മെച്ചപ്പെടുത്തും. തറവില പുതുക്കുന്നതിനൊപ്പം നെല്ല്, റബ്ബർ, തേങ്ങ തുടങ്ങിയവയ്ക്ക് ന്യായവില ഉറപ്പാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കും. നഷ്ടപരിഹാര സംവിധാനവും പ്രതിരോധ സംവിധാനവും ശക്തിപ്പെടുത്തും. സമഗ്ര മണ്ണ് പരിശോധനാ നയം തയ്യാറാക്കും. പിന്നാക്ക വിഭാഗത്തിൽ ഡോക്ടറൽ ഗവേഷകർക്കുള്ള പിന്തുണ ശക്തിപ്പെടുത്തും. സഹകരണ നിക്ഷേപകർക്ക് സംരക്ഷണം ഒരുക്കും. അഴിമതിരഹിതവും സുതാര്യവുമാക്കി സഹകരണ വകുപ്പുകളെ മാറ്റും. നിക്ഷേപ ഗ്യാരണ്ടി നൽകി നിക്ഷേപ സംരക്ഷണം ഉറപ്പാക്കും. കേരളത്തെ ഷൂട്ടിംഗ് കേന്ദ്രമാക്കി മാറ്റും. മീഡിയ സിറ്റിയും ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബ്ബും വികസിപ്പിക്കും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തും. ക്ഷേത്രങ്ങളെ ഏകീകൃത തീർത്ഥാടന സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുന്ന മലബാർ ടെമ്പിൾ പിൽഗ്രിം പദ്ധതി നടപ്പാക്കും. എല്ലാ ജില്ലകളിലും +2 സീറ്റുകളുടെ എണ്ണം ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കും. തിരഞ്ഞെടുത്ത സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കും. സഞ്ചരിക്കുന്ന മാവേലി റേഷൻ കടകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ലഹരി വ്യാപനം തടയാൻ പ്രത്യേക സ്റ്റേറ്റ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ബ്യൂറോ സ്ഥാപിക്കും. IT വകുപ്പിനെ കേരള ടെക് എന്ന പുതിയ ബ്രാൻഡോടുകൂടി IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്പ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യും. കേരള IT മിഷനെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ മിഷൻ എന്ന് മാറ്റും. സംസ്ഥാനത്തെ എല്ലാ റോഡുകളും BMBC റോഡുകളാക്കി ഉയർത്തും.
ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കും. പൊതുജനാരോഗ്യ രംഗത്ത് ആധുനികവൽക്കരണം ദ്രുതവേഗത്തിലാക്കും. ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കും. വഖഫ് ആസ്തി സംരക്ഷണത്തിനും പരിപാലനത്തിനും വഖഫ് ബോർഡിന്റെ ആധുനികവൽക്കരണത്തിനും പ്രഥമ പരിഗണന നൽകും. സോളാർ, കാറ്റ് എന്നിവയിൽ നിന്നും വൈദ്യുതി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കും. വൈദ്യുതി ശേഖരണത്തിന് സംവിധാനമൊരുക്കും. ഭൂമി സംബന്ധമായ എല്ലാ നിയമങ്ങളും പുനഃപരിഷ്കരിക്കാൻ കമ്മീഷൻ രൂപീകരിക്കും. റവന്യൂ വകുപ്പിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ പൌരകേന്ദ്രീകൃത സംവിധാനമാക്കും. പട്ടികവർഗ ഭൂമി കൈമാറ്റ നിയന്ത്രണവും പുനരവകാശ ആക്ടും നടപ്പിലാക്കി ഗോത്രവർഗ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ കർശനമായ ശിക്ഷാ വ്യവസ്ഥകൾക്ക് ബാധകമാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ വീട്ടിലും വികസനമെത്തിക്കുന്ന ഒരു കേരളം സൃഷ്ടിക്കാമെന്നും ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരു സർക്കാർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നുള്ള നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചത്. നയപ്രഖ്യാപനത്തിനായി നിയമസഭയിലെത്തിയ ഗവർണറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ്, നിയമസഭാ സെക്രട്ടറി ഷാജി സി ബേബി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. നയപ്രഖ്യാപനം തുടങ്ങിയപ്പോഴും അവസാനിപ്പിച്ചപ്പോഴും വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും പോലീസ് ബാൻഡ് അവതരിപ്പിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് നിയമസഭയിൽ വന്ദേമാതര ഗാനം ഉയരുന്നത്. ഇനി ജൂൺ 2-നാണ് നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുന്നത്. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16-ാം നിയമസഭാ സമ്മേളനം.